ഉരുക്കുപോലത്തെ പേശീബലവും അമാനുഷികതയും വെള്ളിത്തിരയെ ഭരിച്ചിരുന്ന കാലത്താണ് നിറം മങ്ങിയ ഷർട്ടും കയ്യിലൊരു പ്ലാസ്റ്റിക് കവറുമായി തൊഴിലില്ലാത്തവന്റെ നിസ്സഹായ അവസ്ഥയുമായി ശ്രീനിവാസൻ കടന്നു വന്നത്. അതൊരു ആന്റി സ്റ്റാർ അവതാരമായിരുന്നു. ഉപരിപ്ലവമായ ചിരികൾക്കപ്പുറം പുരുഷന്റെ ഈഗോയെയും അപകർഷതാബോധത്തെയും ഇത്രമേൽ കീറിമുറിച്ച മറ്റൊരു മനഃശാസ്ത്രജ്ഞൻ മലയാള സിനിമയിലുണ്ടോ? ദാസനെയും വിജയനെയും നോക്കൂ. ഒരുപക്ഷെ ശ്രീനിവാസൻ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം ആ പ്രിയൻ അന്തിക്കാടൻ അധ്യായങ്ങളാവാം. തൊഴിലില്ലായ്മയുടെയും പട്ടിണിയുടെയും കയ്പുനീരിനെ അദ്ദേഹം നാടോടിക്കാറ്റ് എന്ന സുന്ദരമായ സ്വപ്നമാക്കി മാറ്റി. ബോളിവുഡ് സിനിമകളിലെ ജീവൻ കൊടുക്കുന്ന സൗഹൃദമായിരുന്നില്ല ദാസനും വിജയനും തമ്മിൽ. പരസ്പരം കളിയാക്കിയും തരം കിട്ടിയാൽ പാര വെച്ചും എന്നാൽ പട്ടിണിയിൽ ഒരേ പാത്രത്തിൽ നിന്ന് ഉണ്ടും വളർന്ന ആത്മബന്ധം. എല്ലാം ശരിയാണ്, പക്ഷേ നിനക്ക് ഈ എളിമയില്ലാത്തതാണ് പ്രശ്നമെന്ന് വിജയൻ ദാസനോട് പറയുമ്പോൾ അത് മലയാളിയുടെ ശരാശരി മനസ്സിന്റെ നേർചിത്രമാവുന്നു. നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. ഗഫൂർ ക ദൂസ്തുമാർ പറ്റിക്കുമ്പോഴും മദ്രാസിനെ ദുബായ് എന്ന് തെറ്റിദ്ധരിക്കുമ്പോഴും ബുദ്ധി കൊണ്ട് മാത്രം അതിജീവിക്കാൻ പഠിച്ചവരാണവർ. നിങ്ങളെ ആരും പിടിക്കില്ല. പിടിക്കൂല. ഗഫൂറാണ് പറയണേ, ധൈര്യമായിട്ട് പോ. തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രീനിവാസൻ ഒരിക്കലും നല്ലവനായ നായകനെ അവതരിപ്പിച്ചില്ല. കള്ളനായും വഞ്ചകനായും അസൂയക്കാരനായും ചിന്താവിഷയായ ശ്യാമളയിലെ ഉത്തരവാദിത്തമില്ലാത്ത ഭർത്താവായും അദ്ദേഹം നിറഞ്ഞാടി. എന്നിട്ടും നമ്മൾ അദ്ദേഹത്തെ സ്നേഹിച്ചു. കാരണം നമ്മുടെ കുറവുകളെ അദ്ദേഹം സ്നേഹിക്കാൻ പഠിപ്പിച്ചു. ഉയരമോ നിറമോ പണമോ അല്ല അവിടെ മാനദണ്ഡം. ഏറ്റവും കുറുക്കിക്കൊള്ളുന്ന പരിഹാസവും ഏറ്റവും പ്രണയാർത്ഥമായ പ്രപ്പോസലും ശ്രീനിയെഴുത്തിൽ ഭദ്രം. ആ ഹാസ്യം നമ്മുടെ അവബോധ മനസ്സിന്റെ ഒരു സ്കാനിംഗ് റിപ്പോർട്ടായിരുന്നു. ഭാഗ്യത്തിന് രണ്ടാൾക്കും എന്റെ നിറം തന്നെ കിട്ടി. ചെറുപ്പത്തിൽ എനിക്ക് നിന്നേക്കാൾ നിറം ഉണ്ടായിരുന്നു. പിന്നെ എന്ന് മുതലാ ഇങ്ങനെ ആയിപ്പോയത്? ഇപ്പൊ പല വിധത്തിലുള്ള ടെൻഷൻ അല്ലേ. ടെൻഷൻ വന്ന ആരും കറുത്തു പോകും. എങ്കിൽ ആഫ്രിക്കയിലെ നീഗ്രോസിന് മുഴുവൻ ഭയങ്കര ടെൻഷൻ ആയിരിക്കുമല്ലോ. വന്നു കിടന്ന് ഉറങ്ങാൻ നോക്ക്. പൊങ്ങച്ചത്തിന്റെ ബലൂണുകൾ വീർപ്പിച്ചു നടന്ന മലയാളിയുടെ നേർക്ക് കൂർത്ത പരിഹാസത്തിന്റെ ഒരു സൂചിമുന നീട്ടിയപ്പോൾ അത് പൊട്ടിത്തെറിച്ചത് തിയേറ്ററുകളിൽ മാത്രമല്ല, നമ്മുടെ ഉള്ളിലുമാണ്. തളത്തിൽ ദിനേശൻ എന്ന സംശയരോഗി നമ്മളിലില്ലേ? സന്ദേശത്തിലെ പ്രഭാകരൻ കോട്ടപ്പള്ളി നമ്മളിലില്ലേ? തളത്തിൽ ദിനേശൻ മലയാളി പൗരുഷത്തിന്റെ ഏറ്റവും വലിയ പേടി സ്വപ്നത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അത് മതിയാവില്ലേ? ഭാര്യയുടെ സൗന്ദര്യത്തെയും ചിരിയെയും എന്തിന് സഹോദരനോടുള്ള സ്നേഹത്തെ പോലും സംശയത്തോടെ നോക്കുന്ന ദിനേശൻ സ്വന്തം കുറവുകളെ മറയ്ക്കാൻ പൗരുഷമെന്ന മുഖംമൂടി അണിയാൻ ശ്രമിക്കുന്നവനാണ്. കണ്ണാടിയിൽ നോക്കി സ്വന്തം പൊക്കം അളക്കുന്ന ദിനേശൻ യഥാർത്ഥത്തിൽ അളക്കുന്നത് മലയാളിയുടെ പൊള്ളയായ ഈഗോയെ തന്നെയാണ്. സ്മൈൽ 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 റെഡി. ചിന്താവിഷയായ ശ്യാമളയിലെ വിജയമാഷ് മറ്റൊരു തലമാണ്. വീടിന്റെയും കുടുംബത്തിന്റെയും ഭാരം മുഴുവൻ ഭാര്യയുടെ തോളിൽ വെച്ച് ആത്മീയതയുടെയും തത്വചിന്തയുടെയും പേര് പറഞ്ഞ് ഒളിച്ചോടുന്ന ഭർത്താവ്. പൗരുഷം എന്നാൽ സംരക്ഷണമല്ല, മറിച്ച് സൗകര്യപ്രദമായ ഒളിച്ചോട്ടമാണെന്ന് അദ്ദേഹം പരിഹസിച്ചു. ഒടുവിൽ തിരിച്ചു വരുമ്പോൾ ആ സ്ത്രീയുടെ കാലിൽ വീഴേണ്ടി വരുന്ന പുരുഷനെ കാട്ടിത്തന്നതിലൂടെ അദ്ദേഹം ആൺകൊയ്മയുടെ മുഖത്താണ് അടിച്ചത്. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ? സന്ദേശത്തിലെ കോട്ടപ്പള്ളി പ്രഭാകരൻ ഇന്നും ജീവിച്ചിരിക്കുന്നു. പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുതെന്ന് പറയുന്ന ആ നിമിഷം അത് രാഷ്ട്രീയത്തിലെ അന്ധമായ അനുയായികൾക്കുള്ള എക്കാലത്തെ വലിയ കൊട്ടായി മാറി. ആദർശം പ്രസംഗിക്കുകയും സ്വന്തം വീട്ടിൽ അത് നടപ്പിലാക്കാതിരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ മലയാളിക്ക് നേരെ ഇത്രയും മൂർച്ചയുള്ള മറ്റൊരു കുറ്റപത്രം വേറെ ആരും സമർപ്പിച്ചിട്ടില്ല. ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും. എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോലിച്ച് ദൈവത്തെ തൊഴാൻ പോകും. ആര്? സാറ് തന്നെ. ഇന്നത്തെ കാലത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന ഗ്യാസ് സ്റ്റൈലിംഗ് എന്ന ആശയത്തെ വർഷങ്ങൾക്ക് മുൻപേ ശ്രീനിവാസൻ അവതരിപ്പിച്ചു. സന്ദേശത്തിലെയും മഴവിൽക്കാവടിയിലെയും നായകന്മാർ തങ്ങളുടെ തെറ്റുകൾ ന്യായീകരിക്കാൻ മറ്റുള്ളവരെ, പ്രത്യേകിച്ച് സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്നത് കാണാം. തന്റെ പരാജയങ്ങൾക്ക് കാരണം സമൂഹമാണ് അല്ലെങ്കിൽ ഭാര്യയാണ് എന്ന് വരുത്തി തീർക്കുന്ന പുരുഷന്റെ തന്ത്രം. എന്നാൽ ശ്രീനിവാസൻ എന്ന എഴുത്തുകാരൻ ഒരിക്കലും ഈ പുരുഷന്മാർക്ക് കൂട്ടുനിൽക്കില്ല. ക്ലൈമാക്സുകളിൽ ഈ പൗരുഷം തകർന്നടിയുന്നതും സ്ത്രീകളല്ലെങ്കിൽ സാധാരണ ജീവിതം ജയിക്കുന്നതും നമുക്ക് കാണാം. ഞാനൊരു സിനിമയെ സമീപിക്കുന്നത് സ്വാഭാവികമായും
എന്നിലുള്ള ഒരു കാഴ്ചക്കാരനും ഒരു എളിയ കലാകാരനും അയാളുടെ മാനസിക സംതൃപ്തിയും വളരെ പ്രധാനമാണ്. പൈസയൊക്കെ പിന്നത്തെ കാര്യമാണ്. ആത്മപരിഹാസപരമായ നർമ്മം കൈകാര്യം ചെയ്യണമെങ്കിൽ വ്യക്തികൾ സാമൂഹികമായി എങ്ങനെ നിർമ്മിക്കപ്പെടുകയും പുനരുൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നല്ലൊരു ധാരണ ആവശ്യമാണ്. ഇത്തരം നർമ്മത്തെ വെറും അപകർഷതാബോധത്തിന്റെ കച്ചവടവൽക്കരണമായി ചുരുക്കിക്കാണുന്നവർ അതിനോട് ചെയ്യുന്നത് നീതികേടാണ്. ഒരു ജനപ്രിയ മാധ്യമത്തിൽ സാധ്യമാകുന്നത്ര മികച്ചൊരു മലയാളി മധ്യവർഗ പുരുഷ വിശകലനമായിരുന്നു അത്.